നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിലാണ്. എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘം യാത്ര തിരിച്ചത് എന്നാണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ അന്റാർട്ടിക് പര്യവേഷണത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘം യാത്ര തിരിച്ചത് എന്നാണ് 2007 ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘം യാത്ര തിരിച്ചത്. ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘത്തെ നയിച്ചതാരാണ്? രസിക് രവീന്ദ്രയാണ് ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘത്തെ നയിച്ചത്. ആർട്ടിക്കിലെ ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ കേന്ദ്രം ഏതാണ്? ആർട്ടിക്കിലെ ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ് ആർട്ടിക്കിലെ ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ കേന്ദ്രം. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിലാണ്. ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘം യാത്ര തിരിച്ചത് 2007 ഓഗസ്റ്റിലാണ്. ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സംഘത്തെ നയിച്ചത് രസിക് രവീന്ദ്രയാണ്. ആർട്ടിക്കിലെ ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ഹിമാദ്രി ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? ഹിമാദ്രി ഉദ്ഘാടനം ചെയ്തത് 2008 കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 2008 ജൂലൈ 1 ഹിമാദ്രി ഉദ്ഘാടനം ചെയ്തത്. 2008 ജൂലൈ 1 ഹിമാദ്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? NCPOR ആണ്. നമ്മളിവിടെ ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ പിക്ക് പകരം എന്നാണ് വന്നത്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, തിരുത്തി. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം NCPOR ആണ്. എന്താണ് NCPOR? നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആണ് NCPOR. എന്താണ്? നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, അതാണ് NCPOR. അപ്പോൾ ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം NCPOR ആണ്. ഇന്ത്യൻ ആണവ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഹോമി ജെ ഭാഭ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യൻ ആണവ ഗവേഷണങ്ങളുടെ പിതാവാണ് ഹോമി ജെ ഭാഭ. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപവൽകൃതമായ വർഷമേതാണ്? ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ 1948 രൂപവൽകൃതമായത്. അപ്പോൾ ഹിമാദ്രി ഉദ്ഘാടനം ചെയ്ത വർഷം 2008 ജൂലൈ 1 ആർട്ടിക്കിലെ ഇന്ത്യയുടെ പ്രഥമ പര്യവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം NCPOR ആണ്. NCPOR. ഇന്ത്യൻ ആണവ ഗവേഷണങ്ങളുടെ പിതാവാണ് ഹോമി ജെ ഭാഭ, ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപവൽകൃതമായ വർഷം എന്നാണ്? ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപവൽകൃതമായത് 1948. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ 1957 സ്ഥാപിതമായത് എവിടെയാണ്? ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ 1957 സ്ഥാപിതമായത് മുംബൈക്കടുത്തുള്ള ട്രോംബെയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? മുംബൈക്കടുത്തുള്ള ട്രോംബെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ 1957 സ്ഥാപിതമായത് മുംബൈക്കടുത്തുള്ള ട്രോംബെയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്? ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് കൽപ്പാക്കമാണ്. എവിടെ? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്.
ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറാണ് അപ്സര. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. 1956 പ്രവർത്തനം തുടങ്ങിയ അപ്സരയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ഏതാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ സൈറസ് ആണ്. സൈറസ് 1960 പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ അപ്സരയാണ്. 1956 പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സൈറസ്. അത് 1960 പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ 1957 സ്ഥാപിതമായത് മുംബൈക്കടുത്തുള്ള ട്രോംബെയിലാണ്. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാ? 1956 പ്രവർത്തനം തുടങ്ങിയ അപ്സരയാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സൈറസ്. അത് 1960 പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1974 74 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. 1974 മെയ് 18 ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് വേദിയായത് എവിടെയാണ്? ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ വേദിയായത് എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ വേദിയായത്. ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18 വേദിയായത് രാജസ്ഥാനിലെ പൊക്രാനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം. എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയതോ? രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയത് 1998 98 മെയ് 11, 13 തീയതികളിലാണ്. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11, 13 തീയതികളിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18 ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ വേദിയായത് രാജസ്ഥാനിലെ പൊക്രാനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11, 13 തീയതികളിലാണ്. രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യനാമം എന്തായിരുന്നു? രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. ഒന്നാം ഘട്ട ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നെങ്കിൽ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തിയായിരുന്നു. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജാരാമണ്ണയാണ്. ആരാണ്? ഡോക്ടർ രാജാരാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം എന്ന് പറയുന്നത് താരാപൂറാണ്. മഹാരാഷ്ട്രയിലെ താരാപൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1969 താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാരാമണ്ണയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം മഹാരാഷ്ട്രയിലെ താരാപൂറാണ്. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് 1969. കൈഗ ആണവ നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കൈഗ ആണവ നിലയങ്ങൾ കർണാടക സംസ്ഥാനത്തിലാണ്. കർണാടകയിലാണ് കൈഗ ആണവ നിലയം. എവിടെയാണ്? കർണാടകയിലാണ്.
കക്രപ്പാർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കക്രപ്പാർ ഗുജറാത്തിലാണ്. കക്രപ്പാർ ആണവ നിലയം ഗുജറാത്തിൽ, കൈഗ ആണവ നിലയം കർണാടകയിൽ. കക്രപ്പാർ ആണവ നിലയം എവിടെയാണ്? ഗുജറാത്തിൽ. കൈഗ ആണവ നിലയം കർണാടകയിൽ. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ്. റവാഫട്ട ആണവ നിലയം എവിടെയാണ്? റവാഫട്ട ആണവ നിലയം രാജസ്ഥാനിലാണ്. അപ്പോൾ കൈഗ ആണവ നിലയം കർണാടക, കക്രപ്പാർ ആണവ നിലയം ഗുജറാത്ത്, നറോറ ആണവ നിലയം ഉത്തർപ്രദേശ്, റവാഫട്ട ആണവ നിലയം രാജസ്ഥാൻ. ഓർത്തു വെക്കുക, കൈഗ കർണാടകം, കക്രപ്പാർ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, റവാഫട്ട രാജസ്ഥാൻ. മറന്നു പോകരുത്, ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.